കാണുന്നത്? ആശങ്കയുണ്ടോ? ഒരു തരത്തിലുള്ള ആശങ്കയില്ല. UDF ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഈ നാട്ടിലെ ഒരു പൗരനും ആശങ്കയ്ക്കുള്ള ഒരു കാര്യവും ഉണ്ടാവില്ല. ഈ കാക്കിയുടെ ക്രിമിനൽ അജിത് കുമാറിനെതിരെ ശക്തമായ നീതിയുക്തമായ നടപടി ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. നമ്മൾ ഈ അജിത് കുമാറിനെ നമ്മളങ്ങനെ പർവ്വതീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളൊരു കാക്കിയുടെ ക്രിമിനലാണ്, ഒരു പൊളിറ്റിക്കൽ ക്രിമിനലാണ്. അയാളെ നമ്മളിങ്ങനെ ഒരു പർവ്വതീകരിച്ച് അയാളെന്തോ വലിയ സംഭവമാണെന്നൊന്നും ചിത്രീകരിക്കേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളുടെ ഈ ക്രിമിനൽ നടപടികൾക്ക് ശക്തമായൊരു നടപടി UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു വശം, ഒരു DGP ആയി പരിഗണിക്കപ്പെടാൻ തക്ക സീനിയോറിറ്റി മാത്രമുള്ള ഒരു വ്യക്തിയാണ്, ഉദ്യോഗസ്ഥനാണ് ഈ അജിത് കുമാർ. അപ്പോൾ അയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ നാളെ കോടതിയുടെ ഒരു ഇടപെടലിൽ ഒരു തിരിച്ചടി ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് ഗവൺമെൻറ്റിൻ്റെയും അന്വേഷണ ഉദ്യോഗസ്ഥരുടെയും ഒരു ബാധ്യതയാണ്. അതുകൊണ്ടാവാം ഇത് വൈകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എന്നാലും ഒരു നടപടി ഈ വിഷയത്തിലുണ്ടാവും. കാരണം വ്യക്തമായ തെളിവുകളുണ്ട്. മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഈ വിഷയത്തിൽ ഗൺമാൻ്റെ മർദ്ദന കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി റിപ്പോർട്ട് തിരുത്താനടക്കം ഇടപെട്ട, അട്ടിമറിക്കാൻ ശ്രമിച്ച ഇയാൾക്കെതിരെ ഒരു നടപടി ഉണ്ടാവണമെന്നുള്ളത് ഇത് കേരളത്തിലെ കോൺഗ്രസ്സുകാരുടെയോ UDF പ്രവർത്തകരുടെയോ മാത്രം ആവശ്യമല്ല. കേരളത്തിലെ പൊതുജനങ്ങളായ നല്ല കമ്മ്യൂണിസ്റ്റുകളുടെയും നല്ല BJPക്കാരുടെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുടെയും ഒക്കെ ഒരു താല്പര്യമാണ്. ആ താല്പര്യത്തിന് വിഘാതമായി ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഉറച്ച ബോധ്യം എനിക്കും അജയ് ജോൽ കുര്യാക്കോസിനും UDF സംവിധാനത്തിനുമുണ്ട്. പിന്നെ ഗവൺമെൻറ്റിനെ നമുക്ക് പുറത്തു നിന്ന് വീക്ഷിക്കുന്നത് പോലെ അത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്വാഭാവികമായ ഒരു നടപടിക്രമങ്ങൾക്ക് ഗവൺമെൻറ് നിൽക്കേണ്ടി വരും. കാര്യം അതൊരു നിയമ സംവിധാനങ്ങളാണല്ലോ. നമ്മുടെ നാട്ടിലെ ഒരു നിയമവ്യവസ്ഥയുടെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ളതാണ്. അതുകൊണ്ട് സ്വാഭാവികമായ ഒരു നടപടി വരാനുള്ള ഒരു താമസമായിട്ടാണ് കാണുന്നത്. പക്ഷെ എന്നാൽ എത്രയും വേഗം നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ആഴ്ചയിൽ 2-3 പ്രാവശ്യം, അദ്ദേഹം ഈ ജില്ലയിൽ നിന്നുള്ള നമ്മുടെ നേതാവാണ്, അദ്ദേഹത്തെ മിക്കപ്പോഴും കാണുന്നതാണ്. അദ്ദേഹം ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന് നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു താല്പര്യം കൂടി, അല്ലെങ്കിൽ നമ്മുടെ ഒരു നിയമവ്യവസ്ഥയുടെ താല്പര്യം കൂടി സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. തീർത്തും ഒരു പൊളിറ്റിക്കൽ താല്പര്യമായി മാത്രം അദ്ദേഹത്തിന് അത് കാണാൻ കഴിയില്ല. അദ്ദേഹം ശക്തമായ നടപടി എല്ലാ വിഷയങ്ങളിലും എടുക്കുന്നയാളാണ്. ഇപ്പം നമ്മൾ ഈ ഓപ്പറേഷൻ തൂഫാനിൽ തന്നെ നമ്മൾ കണ്ടതാണ്. അതൊരു സാമൂഹിക പ്രതിബദ്ധതയോടെ നിയമവ്യവസ്ഥയ്ക്ക് അധിഷ്ഠിതമായി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ശക്തമായ നടപടി ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ്, ഗവൺമെൻറ് ഉറപ്പ് നൽകിയതാണ്. അതിൻ്റെ തെളിവല്ലേ ക്യാബിനറ്റിലെ ആദ്യത്തെ മീറ്റിങ്ങിൽ, UDF സർക്കാർ വന്ന ആദ്യത്തെ മീറ്റിങ്ങിൽ എടുത്ത തീരുമാനമാണല്ലോ ഈ SIT. അപ്പോൾ അതുകൊണ്ട് അതിലൊന്നും പിന്നെ UDF സർക്കാരിനെ, UDF ഗവൺമെൻറ്റിനെ ഇകഴ്ത്തി കാണിക്കാനുള്ള ചില ആളുകളുടെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ് അജിത് കുമാറിനെ UDF സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ധ്വനി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒരു സംരക്ഷണവും അജിത് കുമാർ അർഹിക്കുന്നുമില്ല, അങ്ങനെ UDF ചെയ്യുന്നുമില്ല എന്നുള്ളത് നിസ്സംശയം പറയാം. അയാൾക്കെതിരെ നടപടി ഉണ്ടാവണം. ഇത് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ആഭ്യന്തര വകുപ്പിനെ P ശശിയും മൊത്തം നിയന്ത്രിച്ച് ഇരുട്ടിൽ നിർത്തി ഈ നാട്ടിലെ എല്ലാ കൊള്ളരുതായ്മകൾക്കും ചുക്കാൻ പിടിച്ചു കൊടുത്ത ഉദ്യോഗസ്ഥനാണ്. അയാളെ പർവ്വതീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളൊരു ക്രിമിനലാണ്. ആ ക്രിമിനൽക്കെതിരെ നടപടി ഉണ്ടാവണമെന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ആദ്യഘട്ടത്തിലെ SIT ആദ്യഘട്ടത്തിൽ ഈ കേസിന് വലിയ രീതിയിലുള്ള പ്രാധാന്യം ലഭിച്ചിരുന്നു, ഊർജിതമായിട്ടുള്ള അന്വേഷണം ഒക്കെ നടത്തിയിരുന്നു. പിന്നീട് അതിൻ്റെ അന്വേഷണത്തിന് നേതൃത്വം അല്ലെങ്കിൽ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥൻ കോഴിക്കോട്ടേക്ക് മാറുന്നത്, അതാണോ ഇതൊരു മെല്ലപ്പോക്കിലേക്ക് നീങ്ങാനുള്ള കാരണമായത്? ഒരിക്കലുമല്ല. നമ്മൾ ആ ഉദ്യോഗസ്ഥൻ്റെ ട്രാക്ക് റെക്കോർഡ് നമുക്കറിയാം. ഒന്നിനും വഴങ്ങാത്ത, സത്യസന്ധമായി മാത്രം ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അത് മുൻകാലങ്ങളിലെല്ലാം അദ്ദേഹം തെളിയിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് ഈ കേസിൻ്റെ മേൽനോട്ട ചുമതല. അത് വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ അജിത് കുമാർ വളരെ മിടുക്കനായ ഒരു നല്ലൊരു അഭിനേതാവൊക്കെ ആയതുകൊണ്ട് അദ്ദേഹം അത് കൈകാര്യം ചെയ്യുന്നതാണ്. അതൊക്കെ ഒരു കുമിളയുടെ ആയുസ് മാത്രമേ ഉള്ളൂ. നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ്.